ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലെ ആദ്യത്തെ ഭാഗമാണ്. ഞാൻ ഇവിടെ ഒരു സർക്കിൾ അഥവാ വൃത്തം വരച്ചിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്രം അഥവാ സെന്ററിനെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വര വരച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ആരം അല്ലെ. സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആ റേഡിയസിന് പേര് കൊടുക്കാം. ഒ എ എന്ന് പറയുന്നത് റേഡിയസ് അഥവാ ആരം. ഇവിടെ O എന്താണ്? സെന്റർ അഥവാ കേന്ദ്രം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു സർക്കിൾ വരയ്ക്കുന്നത്, ഒരു വൃത്തം വരയ്ക്കുന്നതെന്നൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെക്കുന്ന സ്ഥാനമാണ് കേന്ദ്രം അഥവാ സെന്റർ. എന്തുമാത്രം ദൂരം, അതായത് കോമ്പസിലെ മെറ്റൽ ടിപ്പും പെൻസിൽ ടിപ്പും തമ്മിലുള്ള അകലം ആണ് റേഡിയസ് അഥവാ ആരം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് സർക്കിൾ വരയ്ക്കുന്നത് നമുക്കറിയാം. ഇനി ഞാൻ ഈ റേഡിയസിനെ മറ്റേ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതെന്തായി മാറി? ഇപ്പൊ ഇതിനെ പേര് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AB എന്താണ്? ഡയമീറ്റർ അഥവാ വ്യാസം. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ട് റേഡിയസ് കൂടുമ്പോഴാണ് ഒരു ഡയമീറ്റർ ആകുന്നത്. രണ്ട് ആരങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ, നേർവരയിൽ ചേർന്ന് കഴിയുമ്പോൾ അതിനാണ് വ്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ റേഡിയസിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൽഫബറ്റ് R ആണ്. അപ്പൊ രണ്ട് റേഡിയസ് ചേർന്നപ്പോൾ ഡയമീറ്ററിന് നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫബറ്റ് Dയും റേഡിയസിന് R ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ D എന്ന് പറയുന്നത് എന്താണ്? രണ്ട് റേഡിയസ് ചേരുമ്പോഴാണ് ഡയമീറ്റർ ആണ്. രണ്ട് ആരങ്ങൾ ചേർന്ന് കഴിയുമ്പോഴാണ് വ്യാസം വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇനി ഞാൻ വേറൊരു വര വരയ്ക്കുകയാണ്. ഈ വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര. അപ്പൊ ഇതിന് ഞാൻ CD എന്ന് പേര് കൊടുക്കുന്നു. ആ CDക്ക് പറയുന്ന പേരാണ് ഞാൻ അഥവാ കോഡ്. CHORD, ഞാൻ. അതായത് വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഇപ്പൊ വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് അല്ലേ എയും ബിയും? സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ് എയും ബിയും. അത് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ആ ഡയമീറ്ററും എന്ത് തന്നെയാണ്? കോഡാണ്. അപ്പൊ നമുക്ക് ലാർജസ്റ്റ് കോഡ്, ഈ ഡയമീറ്ററിനേക്കാളിലും നീളം കൂടിയ കോഡ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഈ വ്യാസത്തിനേക്കാളിലും നീളം കൂടിയ ഞാൻ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലാർജസ്റ്റ് കോഡ് ഏതാണ്? ഏറ്റവും നീളം കൂടിയ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ക്ലിയർ ആയോ? ഏറ്റവും വലിയ ഞാൻ വ്യാസമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു സർക്കിൾ വരയ്ക്കണം, ഒരു വൃത്തം വരയ്ക്കണം. അതിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോമ്പസ് എടുത്തിട്ട് സ്കെയിലയിൽ 5 സെന്റിമീറ്റർ എടുക്കും അല്ലെ. സ്കെയിലയിൽ 5 സെന്റിമീറ്റർ എടുക്കാനൊക്കെ നമുക്കറിയാം. ഇല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ 5 സെന്റിമീറ്റർ വര വരച്ചിട്ട് അതിന്റെ രണ്ടറ്റത്തും കോമ്പസ് വെച്ച് വരച്ചാൽ മതി. ഇനി നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഇത് എളുപ്പമുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് R = 2.5 സെന്റിമീറ്റർ. ഒരു ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പർ എടുക്കുന്നത് നമുക്കറിയാം അല്ലെ. ദശാംശങ്ങൾ എടുക്കുന്നത് നമുക്കറിയാം. ഇത് 2 ആണ്, ഇത് 3 ആണെങ്കിൽ അതിനിടയ്ക്ക് 10 വരകൾ കാണാം. 5ാമത്തെ വരയ്ക്ക് കുറച്ച് നീളം കൂടുതലായിരിക്കും. 6, 7, 8, 9, 10ാമത്തെ വരയാണ് 3. അപ്പൊ 2.5 എന്ന് പറഞ്ഞാൽ 2ന്റെയും 3ന്റെയും ഇടയ്ക്കുള്ള 5ാമത്തെ വര. 1, 2, 3, 4, 5ാമത്തെ വര. ഇതാണ് 2.5. ക്ലിയർ ആയോ? അപ്പൊ 2.7 ചോദിച്ചാലോ? 2ന് ശേഷമുള്ള 7ാമത്തെ വര, ഈ പോയിന്റ് ആണ് 2.7 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അത്രയും കോമ്പസിൽ എടുത്തിട്ട്, അതായത് 0 തുടങ്ങണം. 0 മുതൽ 2.7 വരെയുള്ളതാണ് ചോദിച്ചെങ്കിൽ 2.7 വരയ്ക്കുക. 0 മുതൽ 2.5 ആണെങ്കിൽ 2.5 ആരമായിട്ട് വരുന്ന വൃത്തം നമുക്ക് വരയ്ക്കാൻ സാധിക്കും.
പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ആരം എന്ന് പറയുന്നത് 2.25 സെന്റിമീറ്റർ ചോദിച്ചാൽ നമുക്ക് 2.25 സ്കെയിൽ എടുക്കാൻ പറ്റുമോ ഇതുപോലെ? ഇല്ല. 2.25 എന്ന് പറഞ്ഞാൽ സ്കെയിലിൽ നമുക്ക് എടുക്കാവുന്നത് ദശാംശത്തിന് ശേഷം ഒരൊറ്റ അക്കമേ പറ്റത്തുള്ളൂ. ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റേ നമുക്ക് സ്കെയിലിൽ മെഷർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് എളുപ്പമാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് 2.25 സെന്റിമീറ്റർ റേഡിയസ് ആണ് ആരം. അപ്പോൾ ഡയമീറ്റർ നമ്മൾ ആ കേസിൽ കണ്ടുപിടിക്കും. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഡയമീറ്റർ എന്താണ്? 2.25നെ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പം 4.50 എന്ന് കിട്ടും, അല്ലെ 4.5 സെന്റിമീറ്റർ. ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നമ്മൾ ബൈസെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? അതായത് ഇപ്പോൾ ഒരു വര, ഈ ഒരു വരയ്ക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടുത്തെ 4.5 തന്നെ ഞാൻ എടുക്കാം. ഇപ്പോൾ 4.5 ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ, അല്ല കുറച്ച് വലിയ വരയായിട്ട് ഞാൻ വരയ്ക്കാം. ആ ഒരു അളവ് എടുക്കുന്നില്ല, കുറച്ച് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് വലിയ വര വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ പകുതി കൂടുതൽ കോമ്പസിൽ എടുക്കും അല്ലേ? എന്നിട്ട് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കും. മുകളിലും താഴെയും നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ആ കോമ്പസിൻ്റെ അളവ് മാറ്റാതെ മറ്റേ അറ്റത്ത് വെച്ചിട്ടും നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. ആണല്ലോ. എന്നിട്ട് ഇവ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മീനിങ് എന്താ? ഇപ്പൊ ടോട്ടൽ 10 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ഈ ഓരോ വശവും എത്ര വീതമായി? 5 സെന്റിമീറ്റർ വീതമായി. അതായത് മിഡ് പോയിന്റിൽ കൂടെ, മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്ന. മാത്രവുമല്ല ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് ലംബമായിരിക്കും, അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഡയമീറ്റർ 4.5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4.5 അങ്ങ് വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് 2.25 കിട്ടുമല്ലോ. നമ്മുടെ പേജ് നമ്പർ 151 ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ റേഡിയസ് അഥവാ ആരം 2.75 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആ അളവിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പം നമുക്കറിയാവുന്ന കാര്യം എന്താണ്? 2.75 റേഡിയസ് വരണം. 2.75 സ്കെയിലിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഇരട്ടി ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ് കണ്ടുപിടിക്കുന്നത്. ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണ്, റേഡിയസിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 2.75നെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പം 5.5 എന്ന് കിട്ടിയല്ലോ. ആ 5.5 ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അതായത് ഡയമീറ്റർ അഥവാ വ്യാസമാണ് നമ്മൾ വരയ്ക്കുന്നത്. 5.5 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം 5ന്റെയും 6ന്റെയും ഇടയ്ക്കുള്ള നടുക്കത്തെ വരയാണ്. 0 എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 5.5 ഞാൻ വരച്ചു. 5.5 സെന്റിമീറ്റർ ആണ് നമ്മൾ വരച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കണം. ലംബ സമഭാജി വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ പകുതി കൂടുതൽ എടുക്കുന്നു. പകുതി കൂടുതൽ എടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുകയാണ്. അളവ് മാറ്റാതെ മെറ്റൽ ടിപ്പ് മറ്റേ എൻഡ് പോയിന്റിലും വെച്ചും വരയ്ക്കണം. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 5.5ന്റെ മിഡ് പോയിന്റ് ആണ്. അതായത് ഇത്രയുമാണ് 2.75. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 2.75. ഇത് ടോട്ടലാണ് 5.5. ടോട്ടലാണ് 5.5. ഇത്രയും 2.75 ആണ്. ആ 2.75 റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക.
സർക്കിളിൻ്റെ സെൻറ്ററാണ് മെറ്റൽ ടിപ്പ് വെച്ചിരിക്കുന്ന മിഡ് പോയിന്റ്. ഇത് റേഡിയസ് 2.75. ഇപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ മറ്റേ എൻ പോയിന്റ് കൂടെയും കടന്നു പോകണം. സർക്കിൾ വരച്ചല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഡ്രോ ദ ഫോളോയിങ് ഫിഗേഴ്സ്. അതായത് 2 പടം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പടമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് വരയ്ക്കണം. അപ്പോൾ ആ പടത്തിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ വശങ്ങളുടെ നീളം 4.5 സെന്റിമീറ്റർ. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 4.5 സെന്റിമീറ്റർ ആണ്. 4.5 സെന്റിമീറ്റർ വശമായിട്ടുള്ള ഒരു സമചതുരം നമുക്ക് ആദ്യം വരയ്ക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് 4.5 എടുക്കാം. ഇനി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് രണ്ടറ്റത്തും 4.5 എടുക്കാം. ഓരോ വശവും 4.5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരം വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇവിടെ ഒരു അർദ്ധവൃത്തം, ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഓരോ വശത്തിനും നമ്മളിങ്ങനെ അർദ്ധവൃത്തങ്ങൾ, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് അർദ്ധവൃത്തം, ഇങ്ങനെ അകത്തോട്ട് 4 അർദ്ധവൃത്തങ്ങൾ വരയ്ക്കണം. സെമി സർക്കിൾസ് വരയ്ക്കണം. ആ സെമി സർക്കിളിന്റെ മിഡ് പോയിന്റ്, അതായത് എവിടെയാണോ കോമ്പസ് വെച്ച് സെമി സർക്കിൾ വരയ്ക്കേണ്ടത്, ആ സെന്റർ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് കാണണം. മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 4.5ന്റെ പകുതി എന്ന് പറയുമ്പോൾ ദശാംശത്തിന് ശേഷം 2 അക്കം വരും. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് വരയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് 2 വശത്തിന്റെ, അടുത്തടുത്തുള്ള 2 വശത്തിന്റെ കണ്ടുപിടിച്ചാൽ മതി. കാരണം എതിർവശങ്ങള് തുല്യവും സമാന്തരവുമാണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബസമഭാജി വരച്ചിട്ട് നീട്ടി വരയ്ക്കുമ്പോൾ മറ്റേതിന്റെയും ലംബസമഭാജി ആയിക്കോളും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെയും മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്തോളും. അതിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ ഏതെങ്കിലും ഈ 2 അടുത്തടുത്തുള്ള സൈഡുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് അത് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് പകുതി കൂടുതൽ അളവെടുത്ത് ഒരു എൻ പോയിന്റ് വെച്ച് എടുത്തിട്ട് വരച്ചാൽ മതി. കോമ്പസിന്റെ അളവ് ചേഞ്ച് ചെയ്യണ്ട. ഇത് രണ്ടിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. അതേപോലെ മറ്റേ സൈഡ് നമുക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് 4 സൈഡിന്റെയും മിഡ് പോയിന്റ് കിട്ടി അല്ലേ? നമുക്ക് സെമി സർക്കിൾസ് വരച്ചാൽ മതിയല്ലോ. ഇത് ഏതളവാണ് എടുക്കേണ്ടത്? ഏതെങ്കിലും ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ മെറ്റൽ ടിപ്പ് വെക്കുക. എൻ പോയിന്റിൽ പെൻസിൽ ടിപ്പും വെച്ചിട്ട് ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റിൽ നിന്ന് തുടങ്ങണം. കണ്ടല്ലോ? ഇനി ഇതിന്റെ മിഡ് പോയിന്റിൽ തുടങ്ങുക. നമുക്കിവിടെ ആ ഫിഗർ കിട്ടി. ഇനി അടുത്തത്, ഇതിൽ 2 ഫിഗേഴ്സ് ഉണ്ടല്ലോ അല്ലെ? അപ്പൊ രണ്ടാമത്തെ ഫിഗർ നമുക്ക് നോക്കാം. ഇവിടെയും ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ ഓരോ വശവും 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ വശമായിട്ടുള്ള ഒരു സമചതുരം നമുക്ക് ആദ്യം വരയ്ക്കാം. 6 സെന്റിമീറ്റർ വശമായിട്ടുള്ള ഒരു സമചതുരം വരച്ചിട്ടുണ്ട്, സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫിഗറിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മിഡ് പോയിന്റും കാണണം, ഇതിന്റെ മിഡ് പോയിന്റും കണ്ട് ജോയിൻ ചെയ്യണം. അത് നമുക്ക് എളുപ്പമുണ്ട്. 3 സെന്റിമീറ്റർ ആണല്ലോ, 6ന്റെ പകുതി 3 ആണ്. അപ്പൊ 3 സെന്റിമീറ്റർ എടുത്ത് അതേ കൂടെ ജോയിൻ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം, ഇങ്ങനെയും വരയ്ക്കണം. അപ്പൊ നമുക്ക് അത് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഓരോ സൈഡിന്റെ മിഡ് പോയിന്റ് ആദ്യം നോക്കണം. അതായത് 6ന്റെ പകുതി 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്താൽ മതി. ഇതാ ഇവിടെ ഒരു മിഡ് പോയിന്റ് ആയി. ഈ 6ന്റെ പകുതി 3 സെന്റിമീറ്റർ ഇവിടെയും ഒരു മിഡ് പോയിന്റ് ആയി. ഇനി അത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ മറ്റേതിനും ജോയിൻ ചെയ്യാം. കിട്ടിയല്ലോ? ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താ? ഇവിടെ ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരയ്ക്കണം. അതേപോലെ ഇവിടെ ഒരു സെമി സർക്കിൾ ഇങ്ങോട്ട് വരയ്ക്കണം. ഇവിടെ ഇങ്ങോട്ടും വരയ്ക്കണം അല്ലെ? അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് വീണ്ടും കണ്ടുപിടിക്കണം. അതായത് 3യുടെ പകുതി
3യുടെ പകുതി എന്ന് പറയുമ്പോൾ 1.5 ആണ്. നമുക്ക് കോമ്പസിൽ എടുത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് വരച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്കെയിലിൽ എടുക്കാവുന്നതുണ്ട്. ഇപ്പോൾ 3.5, ഇപ്പോൾ 3യുടെ പകുതി 1.5 ഡയറക്റ്റ് എടുക്കാം. ഇനി ഡെസിമലിന് ശേഷം 2 ഉള്ളതാണെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് മാത്രം ചെയ്യുക. ഇനി ഇവിടെ 3യുടെ പകുതി 1.5 എടുക്കുക, വരുമ്പോൾ 4.5 ഇവിടെയും എടുക്കുക. 3യുടെ പകുതി 1.5. അപ്പോൾ ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ടാണ് നമ്മൾ ആർക്കുകൾ വരയ്ക്കുന്നത്, സെമി സർക്കിൾസ് വരയ്ക്കുന്നത്. ഈ ദൂരം എടുത്താൽ മതി. ഫസ്റ്റ് സെമി സർക്കിളായി. സെക്കൻഡ് സെമി സർക്കിൾ ഇവിടെ നിന്ന് അളവ് മാറുന്നില്ലല്ലോ, അപ്പോൾ സെൻറ്റർ മാത്രമേ മാറുന്നുള്ളൂ. തേർഡ് സെമി സർക്കിൾ വരയ്ക്കണം. ഫോർത്ത് സെമി സർക്കിളും വരയ്ക്കണം. അപ്പോൾ 4 സെമി സർക്കിൾസും വരച്ചു.